എല്ലാവർക്കും സ്വാഗതം. സത്യയുഗത്തിലെ സൂര്യവംശ ചക്രവർത്തിയും മാന്ധാതാവിന്റെ പുത്രനുമായ മുചുകുന്ദ രാജാവിന്റെ കഥ. മുചുകുന്ദൻ ഒരിക്കൽ കുബേരനെ ആക്രമിച്ചു. എന്നാൽ യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ കുലഗുരുവായ വസിഷ്ഠനെ പ്രാർത്ഥിക്കുകയും ഗുരുവിന്റെ അനുഗ്രഹത്താൽ രാക്ഷസ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. മുചുകുന്ദന്റെ യുദ്ധ നിപുണത കണ്ട് അദ്ദേഹത്തിന്റെ കഴിവിൽ പ്രസന്നനായ കുബേരൻ മുചുകുന്ദന് തന്റെ അധീനതയിലുള്ള സകല ലോകങ്ങളും സമ്മാനമായി നൽകി. എന്നാൽ താൻ പ്രയത്നിച്ചുണ്ടാക്കാത്ത ഒരു സ്വത്തും തനിക്ക് വേണ്ടെന്ന് പ്രതാപിയായ മുചുകുന്ദൻ പറയുകയും അത് സ്നേഹപൂർവ്വം നിരസിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേവാസുര യുദ്ധം നടക്കുകയായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ സേനാനായകനില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ദേവേന്ദ്രൻ മുചുകുന്ദന്റെ യുദ്ധ നിപുണത കണ്ട് സേനാനായക സ്ഥാനത്തേക്ക് മുചുകുന്ദനെ ക്ഷണിച്ചു. മുചുകുന്ദൻ സേനാനായക സ്ഥാനം സ്വീകരിക്കുകയും രാക്ഷസന്മാർക്കെതിരെ യുദ്ധം നടത്തുകയും ചെയ്തു. 10,000 വർഷങ്ങൾ യുദ്ധം തുടർന്നു. അങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ശിവപുത്രനായ സുബ്രഹ്മണ്യ സ്വാമി സേനാനായക സ്ഥാനം ഏറ്റെടുത്തു. ഈ സമയത്ത് ഇന്ദ്രൻ മുചുകുന്ദനെ വിളിച്ച് നന്ദിപൂർവ്വം എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ദീർഘനാളായി ഉറങ്ങാത്തതുകൊണ്ട് ഒരു നീണ്ട നിദ്രയ്ക്കുള്ള വരം തരണമെന്ന് ദേവേന്ദ്രനോട് മുചുകുന്ദൻ ആവശ്യപ്പെട്ടു. ആ നിദ്ര ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ എൻ്റെ നോട്ടത്തിൽ അവൻ ഭസ്മമാകണമെന്നും മുചുകുന്ദൻ വരം ആവശ്യപ്പെട്ടു. ദേവേന്ദ്രൻ ആ വരം നൽകി മുചുകുന്ദനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ദൂരെ ഒരു ഗുഹയിൽ പോയി ഉറങ്ങിക്കൊള്ളുവാൻ വേണ്ടി ദേവേന്ദ്രൻ ആ ഗുഹ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഭൂമിയിലെ ഒരു ഘോരവനത്തിലെ ഗുഹയിൽ അദ്ദേഹം ഉറക്കം തുടങ്ങി. സത്യയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗം എത്തി. മുചുകുന്ദൻ തന്റെ ഉറക്കം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ജരാസന്ധൻ ദ്വാരകയെ ആക്രമിച്ചു. കാലയവനൻ ജരാസന്ധന്റെ സുഹൃത്തും ജരാസന്ധനെ സഹായിക്കാനായി എത്തി. കാലയവനൻ യാദവർക്ക് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു വരം ശിവനിൽ നിന്നും നേടിയിരുന്നു. ശിവനിൽ നിന്നും വരം നേടിയതിനാലും വരത്തെ മാനിക്കേണ്ടതിനാലും കാലയവനനെ വധിക്കാൻ സാധിക്കില്ലെന്ന് ശ്രീകൃഷ്ണന് നന്നായി അറിയാമായിരുന്നു. ആയതിനാൽ കൃഷ്ണൻ കാലയവനനെ യുദ്ധത്തിന് വിളിക്കുകയും പേടിച്ചതുപോലെ അഭിനയിച്ച് ഓടുകയും ചെയ്തു. കാലയവനൻ പുറകെ ഓടി. കൃഷ്ണനോടി മുചുകുന്ദൻ കിടന്ന ഗുഹയിൽ കയറി തൻ്റെ മഞ്ഞ വസ്ത്രം മുചുകുന്ദനെ പുതപ്പിച്ചു. അതിനുശേഷം ഗുഹയിൽ മറഞ്ഞിരുന്നു. ഓടിയെത്തിയ കാലയവനൻ മുചുകുന്ദൻ കിടക്കുന്നത് കണ്ട് കൃഷ്ണനെന്ന് തെറ്റിദ്ധരിച്ച് മുചുകുന്ദനെ ചവിട്ടി. ഞെട്ടി ഉണർന്ന മുചുകുന്ദന്റെ നോട്ടത്തിൽ കാലയവനൻ ഭസ്മമായി മാറി. അതിനുശേഷം കൃഷ്ണനെ കണ്ട മുചുകുന്ദൻ തൻ്റെ വിശ്വരൂപം കൃഷ്ണൻ കാട്ടിക്കൊടുക്കുകയും വിഷ്ണുപാദത്തിൽ ചേരണമെന്ന മുചുകുന്ദന്റെ ആവശ്യം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിങ്ങനെ 3 യുഗങ്ങളിലുമായി 4 ദശലക്ഷത്തോളം വർഷങ്ങൾ മുചുകുന്ദ രാജാവ് ഉറങ്ങിയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്.